ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ? കുത്തനെ മല കയറുന്ന ഒരു പ്രത്യേക ട്രെയിൻ. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂനിക്കുലാർ ട്രെയിൻ മുംബൈക്കടുത്തു കല്യാണിലുണ്ട്. മലങ്കട്ട് എന്ന ചരിത്ര പ്രാധാന്യമുള്ള മലയിലേക്കാണ് ആ യാത്ര. ഫ്യൂനിക്കുലാർ ട്രെയിനിൻ്റെ യാത്രാ വിശേഷങ്ങളുമായി മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, റൈഡിംഗ് റിപ്പോർട്ടറിൽ ആദ്യം. കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മൾ മലങ്കട്ട് എന്ന ഈ കോട്ടയുടെ അടിവാരത്തേക്ക് എത്തിയത്. സഹ്യാദ്രി മലനിരകളുടെ ഭാഗമായ മനോഹരമായ ഒരിടത്തേക്കാണ് നമ്മൾ എത്തിയത്. യഥാർത്ഥത്തിൽ പ്രകൃതി ഭംഗിക്കപ്പുറത്തേക്ക് വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ വിശ്വാസങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് ഈ മലങ്കട്ട് കോട്ട. ബേസ് ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടിയോളം ഉയരത്തിലാണ് ഈ മലങ്കട്ട് കോട്ടയുടെ മലയുടെ ഏറ്റവും മുകളിലെ ഭാഗത്തേക്ക് എത്താൻ. പണ്ടൊക്കെ 2000-2500 അടി പടികൾ ഇങ്ങനെ കയറിയായിരുന്നു ആളുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നു. കൂടുതൽ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂനിക്കുലാർ ട്രെയിൻ സർവീസ് ഇവിടെ ആരംഭിച്ചത്. നമ്മൾ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 150 രൂപയാണ് മുതിർന്ന ആളുകൾക്ക് ഉള്ള ടിക്കറ്റ്. ഹാഫ് ടിക്കറ്റ് ഉണ്ട് കുട്ടികൾ, അതായത് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ്, അതായത് 75 രൂപ മാത്രം മതിയാകും. നമ്മളിപ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പണ്ടൊക്കെ ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മലങ്കട്ട് കോട്ടയിലേക്കുള്ള മുകളിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ ഒരു ഭക്തി പരീക്ഷയായിരുന്നു. ഇന്നിപ്പോൾ സാഹചര്യം മാറി. ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന പുതിയ സംവിധാനം വന്നു. ഒരു ട്രെയിൻ മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊരു ട്രെയിൻ താഴേക്ക് വരുന്ന തരത്തിൽ 2 ട്രെയിനുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ഏതാണ്ട് ഭാരം ഉപയോഗിച്ചുള്ള സഞ്ചാരമാണ് ആ ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന സംവിധാനം. ട്രെയിനിന്റെ മുകളിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ഒരു ഇതുവരെ അനുഭവിക്കാത്ത ഒരു തരം യാത്രാ അനുഭവമാണ് ഇത് എന്ന് തന്നെ പറയാം. കുത്തനെ കയറുന്ന ഒരു ട്രെയിൻ, ഇങ്ങനെ പടി കയറി പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. മുൻപൊക്കെ ഏതാണ്ട് 2500 പടികൾ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും പടികൾ കയറി മുകളിലേക്ക് പോകണമെങ്കിൽ 2 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കുമായിരുന്നു. അത്രയും സമയം വിശ്വാസികളായ ആളുകൾക്ക് സഞ്ചരിക്കാൻ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് മറ്റുമൊക്കെ സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മാറിയത്. നോക്കൂ, ഈ സഹ്യാദ്രി മലനിരകളുടെ കാഴ്ചകൾ എന്ത് മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നതെന്ന്. ചെറിയ വെള്ളച്ചാട്ടം അടക്കമുള്ള പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചുള്ള യാത്രയാണ്. ഈ റൈഡിംഗ് റിപ്പോർട്ടറുടെ ഭാഗമായി മെട്രോയിലും, ട്രെയിനിലും, ടോയ് ട്രെയിനിലും, ബൈക്കിലും, കാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു യാത്ര, ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന യാത്ര ആദ്യമായാണ്. ഇതാ ഒരു ട്രെയിൻ മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊന്ന് താഴേക്ക് വരുന്നത് നമുക്ക് കാണാം. മലങ്കട്ടിന്റെ താഴ്വാരത്ത് നിന്ന് ഏതാണ്ട് 5 മിനിറ്റ് സമയം മാത്രമേ എടുത്തുള്ളൂ മുകൾ നിലയിലേക്ക് ഫ്യൂനിക്കുലാർ ട്രെയിനിൽ എത്താൻ. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വരവേൽക്കുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ മനം മയക്കുന്നതാണ്. ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണത്. മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ഹാജി മലംഗ് ദർഗ മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദർഗയിലേക്ക് എത്തുന്നത്. ജാതിയോ മതമോ ഭാഷയോ നോക്കാതെയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മതപരമായ അതിർത്തികൾ നമുക്ക് വ്യക്തമായി കാണാനാവുന്ന കാലമാണ്. പക്ഷേ മലങ്കട്ടിൽ പലപ്പോഴും ആ അതിർത്തികൾ മങ്ങിപ്പോകുന്നു. ദർഗയിലേക്ക് പോകുന്ന വഴിയിൽ ഹിന്ദു വിശ്വാസികളുടെ സാന്നിധ്യം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. മലമുകളിൽ ഒരു വശത്തുകൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ, ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു വരുമ്പോഴാണ് അവിടെ ഒരു ക്ഷേത്രം, ദത്താ മന്ദിർ എന്ന ക്ഷേത്രമുള്ളത്. യഥാർത്ഥത്തിൽ ഈ മലങ്ക് ഘട്ട് എന്നത് ഒരു സൂഫി വര്യൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ദർഗ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾ കൂടി ഇവിടെയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഹിന്ദു, സൂഫി, അതായത് 2 വിശ്വാസ പ്രമാണങ്ങൾ ഒരുമിച്ച് വരുന്ന വിശേഷപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ഈ മലങ്കട്ട്. മലങ്കട്ടിൽ ഈ ദർഗയോട് ചേർന്ന് കുറേ കടകളുണ്ട്. ആ കടകളിൽ ചിലതൊക്കെ മലയാളികളാണ് നടത്തുന്നത്. അത് കൗതുകമുള്ള, ഇവിടെ വന്നതിന് ശേഷം അറിയാൻ കഴിഞ്ഞ ഒരു വിവരമാണ്. ഇതാ ഒരു ചേട്ടനുണ്ട്, അദ്ദേഹത്തോട് പേര് ചോദിക്കാം, നാട് എവിടെയാണെന്ന് ചോദിക്കാം. മുഹമ്മദ്. എവിടെയാ സ്ഥലം? മഞ്ചേശ്വരം, പ്രസംഗടി. കാസർഗോട്ടുകാരനാണ്. ഇവിടെ 2-3 കാസർഗോട്ടുകാരുണ്ടെന്ന് തോന്നുന്നല്ലേ?
താഴെ ഒരു ഖാദർക്കയുണ്ട്. പിന്നെ താഴെ ഒരു പൂന്റെ പീടിയുണ്ട്. ആ താഴെ പിന്നെ first ഒരു ഹോട്ടലും ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. ഹോട്ടൽ ഇതാ കാസർഗോഡ് ചെമ്പരിക്ക. ആ കുറെ എത്ര പേരുണ്ട് അപ്പൊ മലയാളികൾ? മലയാളി കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം കുറഞ്ഞു പോയി. കുറഞ്ഞു. ഈ മലനിരകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് മച്ചീന്ദ്രനാഥൻ എന്ന പേര്. പുരാതന സന്യാസ വര്യനായ അദ്ദേഹമാണ് ഇന്ത്യയിൽ ഈ നാഥ സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരു. അദ്ദേഹത്തിൻ്റെ തപോഭൂമിയായി കൂടി ഈ മേഖലയെ കണക്കാക്കപ്പെടുന്നുണ്ട്. മലങ്കട്ട് എന്ന ഈ മലനിരയ്ക്ക് യഥാർത്ഥത്തിൽ മറാഠ സാമ്രാജ്യ ചരിത്രവുമായി കൂടി ബന്ധമുണ്ട്. ഈ മലനിരയുടെ മധ്യഭാഗത്താണ് നമ്മൾ ഉള്ളത്. യഥാർത്ഥത്തിൽ അതിന് മുകൾ നിലയിൽ ഏറ്റവും മുകൾ ഭാഗത്താണ് മറാഠ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടയുള്ളത്. ബ്രിട്ടീഷുകാരുമായി പോരടിച്ച് യുദ്ധം ചെയ്ത ആ കോട്ട നിലനിർത്തിയ ആവേശകരമായ ചരിത്രം കൂടി ഈ മലനിരകൾക്കുണ്ട്. അതെന്തായാലും തൽക്കാലം ഇപ്പോൾ മഴക്കാലമായതോടുകൂടി തന്നെ അങ്ങോട്ടേക്കുള്ള സഞ്ചാരം അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ ആളുകൾക്ക് ആ തരത്തിൽ പ്രവേശനമില്ല. ഫ്യൂനിക്കുലർ ട്രെയിനിലെ വ്യത്യസ്തമായ രസകരമായ ഒരു യാത്ര, മലമുകളിലെ ഭംഗിയുള്ള പ്രകൃതി ഒരുക്കി വെച്ച കാഴ്ചകൾ, ഒപ്പം മതസൗഹാർദ്ദത്തിൻ്റെ ചില നല്ല ഉദാഹരണങ്ങൾ, ഇത്രയുമാണ് ഈ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ മനസ്സിലുള്ളത്. വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.